അപ്പൊ നമ്മൾ ആറ്റിങ്ങിൽ എംഎൽച്ചോളിൽ നിന്ന് വരുന്നതാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇല്ല പോവാ പറയല്ലോ. എല്ലാ വർഷവും നമ്മൾ അക്ഷയ തൃതീയ ആഘോഷിക്കാറുണ്ട് അല്ലേ? അപ്പൊ എന്റെ ചെറിയൊരു ക്വസ്റ്റൻ ആണ്, ഈ വർഷത്തെ അക്ഷയ തൃതീയ എന്നാണെന്ന് അറിയാവോ? ഈ മെയ് മാസം 10-ാം തീയതിയാണ് നമുക്ക് അക്ഷയ തൃതീയ ആഘോഷം. അപ്പൊ ഞാൻ ചെറിയൊരു ക്വസ്റ്റൻ ചോദിക്കാം. അക്ഷയ തൃതീയ അറിയാലോ അല്ലേ? അക്ഷയ തൃതീയ കേട്ടിട്ടില്ല? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അപ്പൊ നമ്മൾ ആറ്റിങ്ങിൽ എംഎൽ ജ്വല്ലറി എന്ന് വരുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ജ്വല്ലറിയെ കുറിച്ച്. അപ്പൊ അക്ഷയ തൃതീയക്ക് നമ്മൾ എന്ത് ശുഭകാര്യം ചെയ്താൽ ഐശ്വര്യം വരും എന്നാണ്, സരസ്വതി ദേവിയുടെ അനുഗ്രഹം കിട്ടും എന്നാണ്. അപ്പൊ ഈ വർഷം സ്വർണ്ണം വാങ്ങിക്കാനായിട്ട് നമ്മുടെ എംഎൽ ജ്വല്ലറി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണം മാറ്റി 916 HYD സ്വർണ്ണാഭരണമായിട്ട് മാറ്റാൻ പറ്റും. ഈ വർഷത്തെ അക്ഷയ തൃതീയ എന്നാണെന്ന് അറിയോ? അക്ഷയ തൃതീയ മെയ് 10 അക്ഷയ തൃതീയ. അപ്പൊ അതിൽ ചെറിയൊരു ക്വസ്റ്റൻ ചോദിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അക്ഷയ തൃതീയ എന്നൊരു ദിവസം നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് അറിയാം? സ്വർണ്ണം മേടിച്ച് നമ്മുടെ വീട്ടിൽ സമ്പത്ത് കൂടാൻ. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ശുഭകാര്യം ചെയ്താൽ ഐശ്വര്യം വരും എന്നാണ് ഒരു ഐശ്വര്യം.